ഇവിടെ ഇടതുപക്ഷത്തിനെതിരായി സ്ഥിരമായി ഇവർ ഉന്നയിക്കുന്ന ചില വാദങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ KSUക്കാരൻ നടത്തുന്ന പ്രസംഗം ഇത് തന്നെയാണ്, ഇവർ തെരുവിൽ നടത്തുന്ന പ്രസംഗം ഇത് തന്നെയാണ്. ഇടതുപക്ഷം എന്തോ കമ്പ്യൂട്ടറിനെതിരായി സമരം ചെയ്തവരാണ്, അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള അവകാശം ഇവർക്ക്. എന്താണ് യഥാർത്ഥ സംഭവം? കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളിൽ രൂപപ്പെടുന്ന തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട ആശങ്ക സ്വാഭാവികമായിട്ടാണ്. അപ്പോൾ തൊഴിലാളികളുടെ ആശങ്ക ആ തൊഴിലാളികളുടെ സംഘടനകൾ അഡ്രസ്സ് ചെയ്യും. ആ വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇതാ ഇവർ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഇതുപോലെയുള്ള ഗൗരവമായ സംവാദ വേദിയിൽ കൊണ്ടുവന്ന് അലക്കുകയാണ്. ഇതിനോടൊക്കെ എന്ത് മറുപടിയാണ് പറയുക? ഏറ്റവും ചുരുങ്ങിയ നമ്മൾ ചെയ്ത സമരം തെറ്റാണെന്നെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ അങ്ങ് സമ്മതിക്കുന്നുണ്ടല്ലോ, അത് സന്തോഷമുണ്ട്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓരോ 5 വർഷത്തെ ഭരണവും 15 വർഷം ഈ നാടിനെ പുറകോട്ടടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പങ്കെടുത്തിട്ടുണ്ട്, എപ്പോഴാ പങ്കെടുത്തത്? വിഷയത്തിൽ അത് എപ്പോഴാ പങ്കെടുത്തെന്ന് പറയാമോ? സംഘടനകൾ അതൊന്ന് പറയാമോ? കോൺഗ്രസ് പങ്കെടുത്തെന്ന് പറയാമോ? എന്റെ പൊന്നു സനോജ്, ഈ രാജ്യത്ത് വിവര സാങ്കേതിക വിദ്യ കമ്പ്യൂട്ടർവൽക്കരണം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ സർക്കാരാണ്. കമ്പ്യൂട്ടർ വേണ്ട എന്നല്ല പറഞ്ഞത്. കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരുമ്പോ ഒരു തൊഴിൽ മേഖല ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ട് അന്ന് തൊഴിലാളികൾക്കിടയിൽ ആശങ്കയുണ്ടായിട്ടുണ്ട്, സംവാദം ഉണ്ടായിട്ടുണ്ട്, സമരം ഉണ്ടായിട്ടുണ്ട്. അതിലെന്താ തെറ്റ്? കമ്പ്യൂട്ടർ എന്നല്ല, കമ്പ്യൂട്ടർ വൽക്കരണം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ഓഫീസ് AKG സെന്ററാണ്. ചേർത്ത് പറയണം, തൊഴിലാളികൾക്കിടയിൽ കേരളത്തിൽ ഏതെങ്കിലും വില്ലേജ് ഓഫീസല്ല ആദ്യമായി കമ്പ്യൂട്ടർവൽക്കരിച്ചത്, നിങ്ങളുടെ AKG സെന്ററാണ്. ഇപ്പൊ വന്നാൽ ഉണ്ടാവുന്ന തൊഴിൽ നഷ്ടത്തെ കുറിച്ച് ആശങ്കയുള്ള തൊഴിലാളികൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ഈ കമ്പ്യൂട്ടർ അടിസ്ഥാനം എന്താണ്? എന്റെ ഒരു സംശയമാണ് ശ്രീ സനോജ്, ഈ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഉപകരണം ആരും പിടിച്ച് തിന്നൊന്നുമില്ലല്ലോ. ഈ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നത് കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ല, കമ്പ്യൂട്ടർ വൽക്കരണം ഒരു തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന ആശങ്കയുണ്ട്, അത് ഇപ്പോഴല്ല. അല്ലാതെ പിന്നെ കമ്പ്യൂട്ടറിന്റെ പ്രയോജനം എന്താ? നമുക്ക് ഷോക്കേസ് വെക്കാനാണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ? അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കൊരു അത്ഭുതം തോന്നാം, പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്ന് കുറെ ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക രൂപപ്പെടുമ്പോൾ തൊഴിലാളികൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ആശങ്കയുണ്ട്. ആ ആശങ്ക അഡ്രസ് ചെയ്യും. അത് തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കും ആ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതിനിങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല.